കെ സുധാകരന്റെ വിശ്വസ്തനായ എം ലിജുവിനെ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് KPCCക്ക് ഉള്ളിൽ നടക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ തന്നെ വിശ്വസ്തനായ എം ലിജുവിനെ കെ സുധാകരന്റെ പ്രത്യേക താൽപര്യാർത്ഥം സംഘടനാ സെക്രട്ടറിയായിട്ട് നിയമിച്ചതോടെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. കെ സുധാകരന്റെ അഭാവത്തിലടക്കവും അല്ലെങ്കിൽ കെ സുധാകരന്റെ സാന്നിധ്യത്തിലും എല്ലാ നിർണായക തീരുമാനങ്ങളിലും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു എം ലിജു. 3 KPCC ജനറൽ സെക്രട്ടറിമാരായിരുന്നു വലിയ തോതിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ ഇവരാണ് ഹൈജാക്ക് ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. സ്ഥാനങ്ങളുടെ പേരിൽ ചില ആളുകൾ സ്ഥാനങ്ങളുടെ ചില പോസ്റ്റുകളിൽ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പല കാര്യങ്ങളുടെയും ഭൂരിഭാഗം തീരുമാനങ്ങളും തന്ത്രപ്രധാനമായ കാര്യങ്ങളും നടന്നു വന്നിരുന്നത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് കെ മുരളീധരനുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസിൻ്റെ പിന്നിലും അടക്കം പ്രവർത്തിച്ചവർ ഇവരൊക്കെ തന്നെയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് എം ലിജുവും കെ ജയന്തും ടി രാധാകൃഷ്ണനും അടങ്ങുന്ന ത്രിമൂർത്തി സംഘങ്ങളായിരുന്നു ഈ പറയുന്ന KPCC ആസ്ഥാനത്തെ നിയന്ത്രിച്ചിരുന്നവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് കൃത്യമായി പറഞ്ഞാൽ കെ സുധാകരൻ ചുമതല താൽക്കാലികമായി ഒഴിഞ്ഞ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലത്ത് താൽക്കാലികമായി MM ഹസന് ചുമതല കൈമാറിയപ്പോഴും ചുക്കാൻ പിടിച്ചത് ഇവരുടെ കൈകൾ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഹസൻ കൈക്കൊണ്ട നടപടികൾ സുധാകരൻ തിരികെ വന്നപ്പോൾ റദ്ദ് ചെയ്തുവെങ്കിലും ബത്തേരിയിലെ സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിലും ഓൺലൈനായി ചേർന്ന KPCC ഭാരവാഹി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം നടന്നുവെന്ന വിവരം പുറത്തെത്തിച്ചതിലും ഈ ത്രിമൂർത്തി സംഘത്തിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഈ ജയന്തും ലിജുവും അടങ്ങുന്ന ഈ ടീമായിരുന്നു കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വിഷയങ്ങളാകുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലേക്ക് നയിക്കുകയും മറ്റും ചെയ്ത പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വേണം ഇതിനെ കാണാൻ. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഈ ലിജുവും അതുപോലെ ഈ കെ ജയന്തും തമ്മിൽ അത്ര രസത്തിലല്ല. ഇവർക്കിടയിൽ വലിയ തോതിലുള്ള ചേരിപ്പോരും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. എം ലിജുവിനെ സംഘടനാ ചുമതലയുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിൽ KPCC നേതൃത്വത്തിൽ തന്നെ ശക്തമായ എതിര് വരാനുണ്ടായ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ജയന്തിൻ്റെ താല്പര്യക്കുറവ്. KPCC ജനറൽ സെക്രട്ടറിമാരാണ് ലിജുവിൻ്റെ തീരുമാനത്തിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ ഇവർ രംഗത്തുണ്ട്. എന്നാൽ എതിർപ്പും പ്രതിഷേധവും കാണാനോ ചെവിക്കൊള്ളാനോ ഹൈക്കമാൻഡോ കേരളത്തിലെ നേതൃത്വമോ തയ്യാറാകാത്തത് സംഭവം ആളിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് തയ്യാറാകാത്തതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ആളിക്കത്താതെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ അനുയായികളായ ജനറൽ സെക്രട്ടറിമാരിൽ ചിലർക്കാണ് ലിജുവിൻ്റെ നിയമനത്തിൽ ശക്തമായ എതിർപ്പുള്ളത്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് തെറ്റായ രീതിയിൽ ഇടപെട്ടാൽ ലിജുവിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാകുമെന്നുള്ള മുന്നറിയിപ്പും ഇവർ നൽകിയിട്ടുണ്ട്. വയനാട്, പാലക്കാട്, അതുപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ സംഘടനാ ഒരുക്കങ്ങളും മിഷൻ 2025 എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുമാണ് ലിജുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വിമർശകർ പറയുന്നു. ഐ ഗ്രൂപ്പ് നേതൃത്വത്തിലെ വിശ്വസൻ എന്ന നിലയിലാണ് ചെന്നിത്തല ലിജുവിനെ ശുപാർശ ചെയ്തത്. കാരണം ചെന്നിത്തലയുമായി അത്ര അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഈ ലിജു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പോസ്റ്റിംഗ് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് ലിജുവിൻ്റെ പേര് ഉയർത്തിക്കൊണ്ട് വരുന്നതിലും അത് കൊടുക്കുന്നതിലും ചെന്നിത്തല നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി എം ലിജു പതുക്കെ ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് പതിയെ അങ്ങനെ അകലാൻ തുടങ്ങി. അകൽച്ച എത്തി നിന്നാകട്ടെ KPCC ആസ്ഥാനത്തെ സുധാകരൻ്റെ വിശ്വസ്തരായ ത്രിമൂർത്തികൾ എന്ന ലൈനിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ചെന്നിത്തലയിൽ നിന്ന് പതിയെ മാറി വന്നപ്പോഴാണ് ഈ ഘട്ടത്തിലേക്ക് ഇവർ എത്തിയത്. എം ലിജുവിനെ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തൽക്കാലം ഏതായാലും തുടരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സുധാകരൻ അധ്യക്ഷ പദവിയിൽ തുടരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്ന നിലയിൽ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാണ് എം ലിജു ഇപ്പോൾ സുധാകരൻ്റെ വിശ്വസനായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിജുവിനെതിരെ പരാതികളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും എം ലിജുവിൻ്റെ സാന്നിധ്യം സുധാകരന് ആശ്വാസമായിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
ഈ പരിഗണനയിലാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്ന ലിജുവിനെ പിടിച്ച് സുധാകരൻ തന്നെ KPCC ജനറൽ സെക്രട്ടറിയായും സംഘടനാ ചുമതലയിലേക്കും ശുപാർശ ചെയ്തത്. ഇതെല്ലാമാണ് ഇപ്പോൾ വേണുഗോപാൽ ഗ്രൂപ്പിനെ അവർക്ക് വലിയ തോതിൽ വിഷമമായി മാറിയിരിക്കുന്ന, അവരുടെ നീരസത്തിന് കാരണമായിരിക്കുന്നത്. കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് സുധാകരൻ്റെ ശുപാർശ ഹൈക്കമാൻഡിന് മുന്നിലുണ്ടെങ്കിലും 2 ദിവസം മുമ്പ് എറണാകുളത്ത് ചേർന്ന UDF യോഗത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ കോൺഗ്രസിൻ്റെ യോഗത്തിലാണ് ധാരണയായത്. കേരളത്തിലുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ VD സതീശനുമായും സുധാകരൻ സംസാരിച്ചു. വേണുഗോപാലും സതീശനും എതിർപ്പൊന്നുമില്ലെന്ന് വന്ന സാഹചര്യം വന്നപ്പോൾ ലിജുവിൻ്റെ നിയമനം അങ്ങോട്ട് ശരിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അതേസമയം മുൻകാലങ്ങളിലേതുപോലെ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം നിലപാടുകൾ തുടർന്നാൽ പദവികൾ പിന്നെ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പും ലിജുവിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം കോൺഗ്രസിലെ കലാപം മറ്റെവിടെ കലാപം അടങ്ങിയാലും ഇവിടെ അടങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യത്തെ വലിയ ഗൗരവത്തോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. തമ്മിൽ തല്ലും പടലപ്പിടക്കവുമായി പോകുന്ന ഇവരുടെ മിഷൻ 2025 എന്താകുമെന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്.